ശശീന്ദ്രൻ സംസാരിക്കുന്നു. നാനാ തുറകളിലുമുള്ള ജനത അടിമത്തത്തിന്റെ വേദന അനുഭവിക്കുന്ന ജനത പല രൂപത്തിൽ കോളനി വാഴ്ചക്കെതിരെ ഉയർത്തിയ ശബ്ദത്തിന്റെ അവർ ത്യാഗ മനോഭാവത്തോടുകൂടി നടത്തിയ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയാണ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. അതിന് ദേശീയ ഘടന രൂപം നൽകുന്നതിന്, ഏകരൂപം നൽകുന്നതിന് നമുക്കൊരു ദേശീയ പ്രസ്ഥാനവും ഉണ്ടായിരുന്നു. ഈ ദേശീയ പ്രസ്ഥാനം ഉൾപ്പെടെ വൈവിധ്യങ്ങളാർന്ന നമ്മുടെ ജനതയുടെ ഏകീകൃത ശബ്ദരൂപമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യവും ഏകീകൃത ഇന്ത്യ എന്ന സങ്കല്പവും ഭാഷാ വൈവിധ്യം മുതൽ സാംസ്കാരിക സംസ്കൃതി മൂലം പലതരത്തിൽ വേർതിരിഞ്ഞു കാണുന്ന പശ്ചാത്തലത്തെ വിലയിരുത്തി പാശ്ചാത്യ ചരിത്രകാരന്മാർ, ചിന്തകന്മാർ, എഴുത്തുകാർ ഇന്ത്യ ഈ വൈവിധ്യങ്ങൾ കാരണം ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങളെ ആകെ നിരാകരിച്ചുകൊണ്ടും അർത്ഥശൂന്യമായ നിരീക്ഷണമെന്ന് തെളിയിച്ചുകൊണ്ടും 78 വർഷമായി ഈ രാജ്യം ഒരു ജനത എന്നുള്ള നിലയിൽ ഈ നാടിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് പാശ്ചാത്യ നിരീക്ഷകരാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പവുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന നിലപാട് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം വിശ്വസിക്കുന്ന ഒരു രാജ്യമല്ല, ഏകത്വത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ചരിത്രത്തെ തിരുത്തുന്ന ഈ പ്രവണതകൾക്കെതിരെ ജാഗരൂകരായിരിക്കുക എന്നതാണ് നാട് ആവശ്യപ്പെടുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണം. ചരിത്രബോധമാണ് ഇതിന് പ്രേരകമായി നിൽക്കേണ്ടത്. എന്നാൽ ചരിത്ര പഠനം നിഷിദ്ധമാണെന്ന ഒരു ചർച്ചയും ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ജനത കോളനി വാഴ്ചക്കെതിരെ ഉണർന്നിരുന്നത് പോലെ അടിച്ചേൽപ്പിക്കൽ നയത്തിനെതിരെയും അവരുടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങളിൽ പങ്കാളികളാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മുടെ സംസ്ഥാനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ദുരന്തത്തിന്റെ പക്കലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആഴത്തിൽ പഠിക്കുകയും നിർദ്ദേശങ്ങൾ രൂപീകരിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്നതാണ് നമ്മുടെ സങ്കല്പം.
ഈ സങ്കല്പം അശ്ലീലവും അശാസ്ത്രീയവുമാണ്. ഈ സങ്കല്പത്തെ തിരുത്തി പ്രകൃതി വിഭവങ്ങളെ പരിമിതമായ തോതിൽ പ്രയോജനപ്പെടുത്തുക എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. വികസന സമീപനത്തിൽ ഭൂവിനിയോഗ കാര്യങ്ങളിൽ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ കാര്യത്തിൽ നാം ഇപ്പോൾ ശീലിച്ചിട്ടുള്ള പകലമായി ഒരു പുനർവായന അനിവാര്യമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങളുടെ പട്ടിക നികത്താനുണ്ട്. നമ്മുടെ രാഷ്ട്രവും വികസനത്തിന്റെ പാതയിലൂടെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അസമങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ സമ്പദ്ഘടന ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. രാഷ്ട്രം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ എണ്ണി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഈ വികസന സമീപനത്തിന്, ഈ പരിഷ്കാരത്തിന്, ഈ നവീകരണത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തെ കണക്കാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ അതിവേഗമുള്ള മാറ്റത്തിന്റെ പാതയിലാണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ, വൈദ്യുതി ഉൽപാദന കാര്യത്തിൽ, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുകയും ആധുനികതയുമായി വെല്ലുവിളിക്കാൻ പര്യാപ്തമാകുന്ന വിധം അവയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ കാര്യത്തിൽ, ദേശത്തെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളുടെ പ്രബോധ കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് നാം അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളെ ശക്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. എന്നാൽ 2018 മുതൽ ഇന്നുവരെയുള്ള നമ്മുടെ ദുരന്തങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആ നീക്കം നാം ആശിച്ച വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തെളിയിക്കാനുണ്ട്. ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും നേരിടുന്ന വെല്ലുവിളികളെയും രാജ്യം നേരിടുന്ന ദുരന്തങ്ങളെയും കരുത്തോടെ നേരിടാനും അതിജീവനത്തിന്റെ പുതിയ പാതകൾ വെട്ടിച്ചുറക്കാനും നമുക്ക് കഴിയുമാറാകണം. അങ്ങനെ ഇന്ത്യയെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ, ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുകയാണ് ഈ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഭാരിച്ച കടമ. ഒപ്പം നമ്മുടെ ജനതയെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ട കാഴ്ച അതാണ്.